എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1202 ആഗതമാവുകയാണ്. ഓരോ പുതിയ വർഷവും നമുക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമാണ് നൽകുന്നത്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ കൊല്ലവർഷം വളരെ പ്രധാനപ്പെട്ട ചില ഗ്രഹചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് ഒരു രാശിയിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ദീർഘകാലം സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളായ ശനി, രാഹുകേതുക്കൾ, ഗുരു എന്നിവയുടെ രാശിസ്ഥിതിയിലും സഞ്ചാരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വർഷത്തെ ശ്രദ്ധേയമാക്കുന്നു. ഗുരുവിൻ്റെ രാശിപ്പകർച്ചയും അതിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരവും, ശനിയുടെ രാശിമാറ്റവും വക്രഗതിയും, അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ രാശിപ്പകർച്ചയും ഓരോ രാശിക്കാരുടെ ജീവിതത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാൻ പ്രാപ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവർഷം 12 രാശിക്കാർക്കും ഒരേ തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കില്ല. ഇവിടെ പറയുന്നത് ഓരോ രാശിയെയും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ വർഷഫലമാണ്. അതോടൊപ്പം ഈ വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏത് സമയത്താണ് സംഭവിക്കുന്നതെന്നും ആ മാറ്റത്തിന് മുമ്പും ശേഷവും ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന പ്രധാന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുമൊക്കെ നമുക്ക് പരിശോധിക്കാം. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഫലം കാണുന്നിടത്ത് ഒരു പ്രധാന ഗ്രഹപ്രവർത്തനയ്ക്ക് ശേഷം അതിൽ മാറ്റമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ വർഷഫലം ഒരൊറ്റ ഫലമായി കാണാതെ വർഷത്തിനിടയിലെ പ്രധാന ഗ്രഹചലനങ്ങളോടൊപ്പം മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉചിതം. അപ്പോൾ ആദ്യം ഈ കൊല്ലവർഷത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ രാശി പകർച്ചകൾ ഏതൊക്കെ സമയത്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഗുരുവിൻ്റെ രാശി പകർച്ചയാണ്. ഗുരു ഒരു രാശിയിൽ താരതമ്യേന ഒരു വർഷകാലം സഞ്ചരിക്കുകയും മനുഷ്യജീവിതത്തെ പല തലങ്ങളിലും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ്. ഈ കൊല്ലവർഷത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. 2026 ഒക്ടോബർ 31 തുലാം 14 ഗുരു കർക്കിടകത്തിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. തുടർന്ന് 2027 ജനുവരി 24 അതായത് മകരം 10 ഗുരു വക്രഗതിയിൽ ചിങ്ങത്തിൽ നിന്നും വീണ്ടും കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതിനുശേഷം 2027 ജൂൺ 25 മിഥുനം 11 ഗുരു വീണ്ടും കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തതായിട്ട് ശനിയുടെ രാശി പകർച്ചയാണ് നോക്കേണ്ടത്. ഏകദേശം 2.5 വർഷത്തോളം ഒരു രാശിയിൽ സഞ്ചരിച്ച് ദീർഘകാല ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ ശനിയുടെ രാശി പകർച്ചയ്ക്ക് ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. 2027 ജൂൺ 2 ഇടവം 19 ശനി മീനത്തിൽ നിന്ന് അതിൻ്റെ നീചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രാഹുകേതുക്കളുടെ രാശി പകർച്ചയാണ്. 2026 ഡിസംബർ 5 വൃശ്ചികം 19 രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതേ ദിവസം തന്നെ കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും രാശി മാറുന്നു. അതായത് ഇവ പരസ്പരം എതിർ സ്ഥാനങ്ങളിലാണല്ലോ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ രാശി പകർച്ചയ്ക്കൊപ്പം കേതുവിൻ്റെ രാശി പകർച്ചയും ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൊല്ലവർഷത്തിൽ ഗുരുവിൻ്റെ രാശി പകർച്ചയും വക്രഗതിയിലുള്ള പുനഃസഞ്ചാരവും ശനിയുടെ രാശി പകർച്ചയും രാഹുകേതുക്കളുടെ രാശി പകർച്ചയും വളരെ പ്രധാനപ്പെട്ട ഗ്രഹചലനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ തുടങ്ങിയ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ മാസങ്ങളിലെ രാശി മാറ്റങ്ങളും ഓരോ രാശിയുടെയും ഫലം പറയുമ്പോൾ ആവശ്യമായിടത്ത് നമുക്ക് പരിഗണിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇനി ഈ പ്രധാന ഗ്രഹചലനങ്ങൾ ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 4ഉം 5ഉം ഭാവങ്ങളിലായിട്ടാണ് ഈ ഒരു കാലയളവിൽ സഞ്ചരിക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുകൂലമായ 5ലെ സ്ഥിതി അവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് ശനി മേടത്തിലേക്ക് പ്രവേശിക്കുന്നത്, ജൂണിൽ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് ജന്മശനിയുടെ ആരംഭമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. പോരാഞ്ഞ് രാഹുവിൻ്റെ 10ലേക്കുള്ള രാശിമാറ്റവും കേതുവിൻ്റെ 4ലേക്കുള്ള രാശിമാറ്റവും തൊഴിൽ രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുടെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയോടെയും കർമ്മങ്ങളിൽ ശ്രദ്ധയോടെയും മുന്നോട്ട് പോവുക. രാഹുപ്രീതിയും ശനിപ്രീതിയും ഇവർക്ക് ആവശ്യമാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകയിരം 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 3ഉം 4ഉം ഭാവങ്ങളിലും ശനി 11ഉം 12ഉം ഭാവങ്ങളിലും രാഹു 10ഉം 9ഉം ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാണ്. പൊതുവിൽ
ഈ രാശിക്കാർക്ക് ചില അനുകൂല ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ശനിയുടെ രാശിമാറ്റത്തോടു കൂടി 7 ശനിയുടെ ആദ്യഘട്ടം ആരംഭിക്കുന്നു. അതുകൊണ്ട് ചിലവുകൾ, ദൂരയാത്രകൾ, ആരോഗ്യകാര്യങ്ങൾ തുടങ്ങിയവയിൽ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമായി വരും. ഈശ്വര പ്രാർത്ഥനയോടെയും ചിട്ടയോടെയും മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം 3, 4 പാദം, തിരുവാതിര, പുണർദം 1, 2, 3 പാദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 2, 3 ഭാവങ്ങളിലും, ശനി 10, 11 ഭാവങ്ങളിലും, രാഹു 9, 8 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഇവർക്ക് പൊതുവിൽ മുന്നേറ്റത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. ഇവർക്ക് സ്വത്ത് സമ്പാദനത്തിനൊക്കെ അനുകൂല സമയമാണ്. ഗുരുവിൻ്റെ സഞ്ചാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ കൈവരും. വിനോദത്തിനും ബിസിനസ്സിനുമുള്ള യാത്രകൾ വിജയകരമാകും. സാമൂഹിക വിജയം കൈവരിക്കും. ബന്ധുജനങ്ങളുടെ ഇടപാടുകൾ ഗുണാനുഭവം നൽകും. സൗഹൃദങ്ങളിൽ നിന്ന് നിരാശ അനുഭവപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. ഇവർക്ക് ശനിയുടെ രാശി മാറ്റം അനുകൂലമാണ്. അവർക്ക് കണ്ടകശനി മാറുന്ന സമയമാണ്. ഇനി കർക്കിടക രാശിയിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം പാദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 1, 2 ഭാവങ്ങളിലും, ശനി 9, 10 ഭാവങ്ങളിലും, രാഹു 8, 7 ഭാവങ്ങളിലും നിൽക്കുന്ന കാലമാകയാൽ ഉദാര മനസ്കതയിലൂടെ സൗഭാഗ്യം കൈവരിക്കും. ഇവർക്ക് ഗുരു ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ അവർക്ക് അനുകൂല ഫലങ്ങളാണ്. അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. വ്യാഴം അനുകൂലമാകുമ്പോൾ. എന്നാൽ കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം കണ്ടക ശനിയായിട്ട് 10 അനുഭവപ്പെടും. അതുകൊണ്ട് തൊഴിൽപരമായി കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വേണ്ട പരിപാടികൾ നടത്തുകയും ചെയ്യുക. ഇനി ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1 പാദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 12, 1 ഭാവങ്ങളിലും, ശനി 8, 9 ഭാവങ്ങളിലും, രാഹു 7, 6 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാണ്. അതായത് വരവിൽ കവിഞ്ഞ ചെലവും യാത്രാക്ലേശവും ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയാണുള്ളത്. നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിക്കും. ഊഹക്കച്ചവടം, പങ്കാളിത്ത കച്ചവടം എന്നിവയിലൂടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വ്യാഴം 12-ലെ സ്ഥിതി ചെലവ് ഉണ്ടാക്കുന്നതാണ്. ശത്രുനാശം ഉണ്ടാകും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ ഇവർക്ക് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കിയേക്കും. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം നക്ഷത്ര ജാതകർ, അത്തം, ചിത്തിര 1, 2 പാദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷം പൊതുവിൽ ഉത്തരവാദിത്വങ്ങളും ചില മാറ്റങ്ങളും നിറഞ്ഞ വർഷമാണ്. ഇപ്പോൾ ഗുരു കർക്കിടകത്തിൽ 11 ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വരുമാനം, നേട്ടങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ആഗ്രഹസാഫല്യം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. 2026 ഒക്ടോബർ 31 ഗുരു ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 12 ഭാവത്തിലാകും. ചെലവുകൾ, ദൂരയാത്രകൾ, വിദേശകാര്യങ്ങൾ, ആത്മീയ ചിന്തകൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൂടാം. ഗുരു വക്രഗതിയിൽ 2027 ജനുവരി 24 വീണ്ടും കർക്കിടകത്തിലേക്ക് വരികയും പിന്നീട് ജൂൺ 25 വീണ്ടും ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യും. ശനി ഇപ്പോൾ മീനത്തിൽ 7 ഭാവത്തിലാണ്. 2027 ജൂണിൽ കണ്ടകശനി മാറി ഇവർക്ക് മേടത്തിലേക്ക്, അഷ്ടമഭാവത്തിലേക്ക് ശനി വരുന്നു. ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും പങ്കാളിത്ത കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മൊത്തത്തിൽ കന്നിക്കൂറുകാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതിനൊപ്പം ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായ വർഷമാണിത്. ഈശ്വര പ്രാർത്ഥനയോടെയും നല്ല ആസൂത്രണത്തോടെയും മുന്നോട്ട് പോകുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3, 4 പാദം നക്ഷത്ര ജാതകർക്കും ചോതി, വിശാഖം 1, 2, 3 നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലും, ശനി 6, 7 ഭാവങ്ങളിലും, രാഹു 5, 4 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ജീവിത വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹിക അംഗീകാരവുമൊക്കെ ലഭിക്കും. ശനിയുടെ 6-ലെ സ്ഥിതി ശത്രുക്കളെയൊക്കെ ദുർബലപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2027 ജൂൺ മുതലുള്ള ഈ ശനിയുടെ രാശി മാറ്റം കണ്ടക ശനി 2.5 വർഷകാലത്തേക്ക് ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശനീശ്വര പ്രീതി സമ്പാദിക്കുകയും ചെയ്യുക. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 9, 10 ഭാവങ്ങളിലും, ശനി 5, 6 ഭാവങ്ങളിലും, രാഹു 4, 3 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ പൈതൃകത്തിലൂടെയും വിവാഹത്തിലൂടെയും ഇൻഷുറൻസിലൂടെയുമൊക്കെ സൗഭാഗ്യം സിദ്ധിക്കാനുള്ളൊരു സമയമാണ്. ജീവിത വിജയവും ഉയർന്ന സ്ഥാനലബ്ധിയും സാമൂഹിക അംഗീകാരവും വ്യക്തിവൈശിഷ്ട്യവും കൈവരിക്കും.
വാതപിത്തകോപത്താലുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാഹു 4 രാഹുവിൻ്റെ സ്ഥിതിയും ബന്ധുക്കളിൽ നിന്നുള്ള കഷ്ടതകളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കാണിക്കുന്നു. ധർമ്മസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് നന്നായിരിക്കും. പുതിയ സുഹൃത്ബന്ധവും സ്ഥാപിക്കും. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷം മാറ്റങ്ങളും പുതിയ അനുഭവങ്ങളും നിറഞ്ഞ വർഷമായിരിക്കും. ഇപ്പോൾ ഗുരു കർക്കിടകത്തിൽ 8-ാം ഭാവത്തിലായതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം. രഹസ്യമായോ അപ്രതീക്ഷിതമായോ വരുന്ന മാറ്റങ്ങളെ ക്ഷമയോടെ നേരിടുന്നതാണ് നല്ലത്. 2026 ഒക്ടോബർ 31 ഗുരു ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 9-ാം ഭാവത്തിലാകും. ഭാഗ്യം, യാത്ര, പഠനം, ആത്മീയ കാര്യങ്ങൾ എന്നിവയിൽ കൂടുതൽ അനുകൂലത ലഭിക്കാം. ഗുരു വക്രഗതിയിൽ വീണ്ടും കർക്കിടകത്തിലേക്ക് വരികയും പിന്നീട് ജൂൺ 25 വീണ്ടും ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യും. ശനി ഇപ്പോൾ 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കണ്ടകശനി ദോഷമുണ്ട്. എന്നാൽ 2027 ജൂണിൽ മേടത്തിലേക്ക് മാറുമ്പോൾ 5-ാം ഭാവത്തിലാകും. വീട്, കുടുംബം, വിദ്യാഭ്യാസം, മക്കൾ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തം വേണം. രാഹു 3-ാം ഭാവത്തിൽ നിന്ന് ഡിസംബർ 5 2-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിൽ നിന്ന് 8-ാം ഭാവത്തിലേക്കും മാറും. എന്നാൽ സംസാരത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. മൊത്തത്തിൽ ധനക്കൂറുകാർക്ക് ക്ഷമയോടെയും ഈശ്വരവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വർഷമാണ്. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4, തിരുവോണം, അവിട്ടം 1, 2 പാദം നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷം പൊതുവിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. ഇപ്പോൾ ഗുരു കർക്കിടകത്തിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വിവാഹം, പങ്കാളിത്തം, ബന്ധങ്ങൾ, പൊതുസമ്പർക്കം എന്നിവയിൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാം. 2026 ഒക്ടോബർ 31 ഗുരു ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 8-ാം ഭാവത്തിലാകും. അതായത് വ്യാഴം മറഞ്ഞ സ്ഥിതിയിലാണ്. അതിനാൽ സാമ്പത്തിക ഇടപാടുകൾ, പങ്കാളിത്ത സ്വത്ത്, ആരോഗ്യകാര്യങ്ങൾ തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഗുരു വക്രഗതിയിൽ വീണ്ടും 2027 ജനുവരിയിൽ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ബന്ധങ്ങളിലും പങ്കാളിത്ത കാര്യങ്ങളിലും വീണ്ടും അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകാം. തുടർന്ന് ജൂൺ 25 വീണ്ടും ചിങ്ങത്തിലേക്ക് അത് മാറുകയും ചെയ്യും. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ശനിയുടെ കാര്യം, ശനി ഇപ്പോൾ മീനത്തിൽ 3-ാം ഭാവത്തിലാണ്. 2027 ജൂണിൽ മേടത്തിലേക്ക് മാറുമ്പോൾ കണ്ടകശനി അനുഭവപ്പെടും. അപ്പോൾ വീട്, കുടുംബം, വാഹനം, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം വർദ്ധിക്കാം. രാഹു ഇപ്പോൾ 2-ാം ഭാവത്തിലും ഡിസംബർ 5 മുതൽ 1-ാം ഭാവത്തിലേക്കും വരും. കേതു 8-ാം ഭാവത്തിൽ നിന്ന് 7-ാം ഭാവത്തിലേക്കും മാറും. അതിനാൽ വ്യക്തിജീവിതത്തിലും ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമാണ്. മൊത്തത്തിൽ ക്ഷമയോടെയും ആലോചനയോടെയും തീരുമാനങ്ങൾ എടുത്ത് ഈശ്വര പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നത് മകരക്കൂറുകാർക്ക് ഗുണകരമായിരിക്കും. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം നക്ഷത്രജാതർ, ചതയം, പൂരിട്ടാതി 1, 2, 3 നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലവർഷം തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ഇപ്പോൾ വ്യാഴം കർക്കിടകത്തിൽ മറഞ്ഞ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലി, മത്സരം, കടബാധ്യത, ആരോഗ്യകാര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ ആവശ്യമാണ്. ഒക്ടോബർ 31 വ്യാഴം ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 7-ാം ഭാവത്തിലാകും. വിവാഹം, പങ്കാളിത്തം, പുതിയ ബന്ധങ്ങൾ, ബിസിനസ് പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. ഗുരു വക്രഗതിയിൽ വീണ്ടും കർക്കിടകത്തിലേക്ക് വരികയും പിന്നീട് ജൂൺ 25 വീണ്ടും ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യും. ശനി ഇപ്പോൾ മീനത്തിൽ 2-ാം ഭാവത്തിലാണ്. 2027 ജൂണിൽ മേടത്തിലേക്ക് മാറുമ്പോൾ 3-ാം ഭാവത്തിലേക്ക് വരും. അതോടെ ധൈര്യം, പരിശ്രമം, യാത്രകൾ, ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ സജീവതയുണ്ടാകാം. രാഹു ഇപ്പോൾ 1-ാം ഭാവത്തിലും ഡിസംബർ 5 മുതൽ 12-ാം ഭാവത്തിലേക്കും വരും. കേതു 7-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്കും മാറും. അതിനാൽ വ്യക്തിപരമായ തീരുമാനങ്ങളിലും ബന്ധങ്ങളിലും ചെലവുകളിലും ആരോഗ്യകാര്യങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധ വേണം. മൊത്തത്തിൽ കുംഭക്കൂറുകാർക്ക് വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഫലങ്ങളിൽ മാറ്റമുണ്ടാകുമെങ്കിലും ശരിയായ ആസൂത്രണത്തോടെയും ഈശ്വര പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ കൊല്ലവർഷം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിറഞ്ഞ ഒരു വർഷമാണ്. ഇപ്പോൾ അവർക്ക് വ്യാഴം കർക്കിടകത്തിൽ 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മക്കൾ, വിദ്യാഭ്യാസം, ബുദ്ധി, സർഗാത്മക പ്രവർത്തനങ്ങൾ, ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാം. 2026 ഒക്ടോബർ 31
ഗുരു ചിങ്ങത്തിലേക്ക് മാറുമ്പോൾ 6-ാം ഭാവത്തിലാകും, അതായത് വ്യാഴം മറഞ്ഞ സ്ഥിതി. ജോലി, മത്സരം, കടബാധ്യത, ആരോഗ്യകാര്യങ്ങൾ തുടങ്ങിയവയിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. വ്യാഴം വക്രഗതിയിൽ 2027 ജനുവരി 24 വീണ്ടും കർക്കിടകത്തിലേക്ക് വരികയും പിന്നീട് ജൂൺ 25 വീണ്ടും ചിങ്ങത്തിലേക്ക് മാറുകയും ചെയ്യും. ശനി ഇപ്പോൾ മീനത്തിൽ തന്നെ, അതായത് ജന്മരാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് മീനക്കൂറുകാർക്ക് ജന്മശനിയുടെ സ്വാധീനം തുടരുന്ന കാലമാണ്. ജൂണിൽ ശനി മേടത്തിലേക്ക് മാറുമ്പോൾ 2-ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ധനം, കുടുംബം, വാക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. രാഹു ഇപ്പോൾ 12-ാം ഭാവത്തിലും ഡിസംബർ 5 മുതൽ 11-ാം ഭാവത്തിലേക്കും വരും. കേതു 6-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്കും മാറും. അതിനാൽ ചിലവുകൾ, വരുമാനം, മക്കൾ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ അനുഭവപ്പെടാം. മൊത്തത്തിൽ മീനക്കൂറുകാർക്ക് ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതെ ഈശ്വര പ്രാർത്ഥനയോടെയും നല്ല ജീവിതക്രമത്തോടെയും മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണിത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഗ്രഹത്തിൻ്റെ രാശി പകർച്ച മാത്രം നോക്കിയല്ല ഒരു വർഷഫലം വിലയിരുത്തുന്നത്. ഒരു ഗ്രഹം ഓരോ രാശിക്കാരുടെയും ജാതകത്തിൽ ഏത് ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അതിൻ്റെ ദൃഷ്ടി എവിടെയാണ് പതിക്കുന്നത്, ദശാകാലവുമായി അതിന് എന്ത് ബന്ധമാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സത്കർമ്മങ്ങളോടെയും മുന്നോട്ട് പോകുക എന്നത് വളരെ പ്രധാനമാണ്. ജ്യോതിഷം ഭയപ്പെടാനുള്ളതല്ല, വരാനിടയുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഒരു പുതിയ കൊല്ലവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും ശുഭപ്രതീക്ഷകളുടെയും നല്ല മാറ്റങ്ങളുടെയും വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.